നമ്മളെ കൂട്ടിവേഴ്സിൻ്റെ വീക്ക് 3 പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. അത്യാവശ്യം ജമ്മുണ്ട്, ഏകദേശം 12K ജമ്മുണ്ട്. അത് ഫുൾ എന്തായാലും നമ്മൾ തീർക്കില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ ലിമിറ്റഡ് ബണ്ടിൽ, അതായത് നമ്മളെ 7.5Kയുടെ ബണ്ടിൽ ഓപ്പൺ ചെയ്യാം. കാരണം കഴിഞ്ഞ വീക്കിൽ നിന്ന് നമുക്ക് കിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ്. കഴിഞ്ഞ വീക്കിൽ നിന്നാണ് തോന്നുന്നു. ഓക്കെ, എന്തായാലും ബെക്കാമുണ്ട്, മെക്കലേരി ഉണ്ട്, ഹസാഡ് ഉണ്ട്, കഫു ഉണ്ട്, കിടിലൻ കാർഡ്സ് ഉണ്ട്. എങ്ങനെയും ഒരു ഹസാഡ് കിട്ടുവാണെങ്കിൽ ഡബിൾ ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ ഒരു ലെഫ്റ്റ് വിങ് ആവശ്യമാണ്, മീൻസ് OVR വെച്ചിട്ടാണ്. സണ്ണിനെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഗെയിം പ്ലേയിൽ. വോക്കൗട്ട് ഗ്യാരണ്ടിയാണ്. നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് ഈ നല്ലൊരു കാർഡ് തരുമില്ലയോ നോക്കാം. ഇറ്റലി എന്നാരുള്ളത് ഇപ്പോൾ? ഇത് പറ്റിച്ച് നമുക്ക് 109ൻ്റെ പ്ലെയറാണ് തോന്നുന്നു ഗൈസ്. ഓക്കെ, 109ൻ്റെ പ്ലെയറാണ്. സോ നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ അത്യാവശ്യം ജമ്മുണ്ട്, 12K തന്നെ ജമ്മുണ്ട്. നിങ്ങൾക്ക് ഈ വീക്കിൽ നിന്ന് ആരെ കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മളെ എക്സ്ട്രാ ടൈം പിക്കുന്ന ആരെ കിട്ടിയെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. നമുക്ക് സെക്കൻഡ് അക്കൗണ്ടിൽ ലക്കം കൂടി ഒന്ന് നോക്കാം. നമുക്കിതിനകത്ത് കുറേ അധികം ബാക്ക് ഓപ്പൺ ചെയ്യാം. 3K ജമ്മിൻ്റെ ബാക്കും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ബണ്ടിൽസും. എന്തായാലും നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് 7.5 തന്നെ അങ്ങ് തുറന്നു വിട്ടാൽ മതി എല്ലാത്തിലും. ഓക്കെ, വോക്കൗട്ടില്ല. എന്തായാലും ഇതിനകത്ത് നല്ല ലക്കാണ് എന്തായാലും. ഓക്കെ, വോക്കൗട്ടില്ല. എനിക്ക് ജോട്ടാ സിൽവാനെ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്കിനിയിപ്പോൾ അൺലിമിറ്റഡ് ബണ്ടിൽസ് ഓപ്പൺ ചെയ്ത് പോവാം. എങ്ങാനും ഒരു വോക്കൗട്ട് കിട്ടിയാൽ ഡബ്ല്യു ആയിരിക്കും. ഇതിനകത്തുനിന്ന് ചില സമയത്ത് നല്ലൊരു വോക്കൗട്ട് കിട്ടും. മീൻസ് 3K ജമ്മിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വോക്കൗട്ട് കിട്ടും. അങ്ങനത്തെ ചില ദിവസമുണ്ട്. നോക്കാം ഗൈസ്, ഇതിനകത്തെങ്കിലും നമുക്ക് ലക്കുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ടൈം പിക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഒരു പാക്ക് കൂടി ബാക്കിയുണ്ട്, അതും കൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ടൈം പിക്ക് ചെയ്യാം. വേറെ കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ മറ്റേ ഷാർട്ട് പിക്കും അതുപോലെ തന്നെ നമ്മളെ ബാഡ്ജ് പിക്കും ആയിരിക്കും. 3 എണ്ണം നമ്മളെ തേച്ചുവിട്ടിട്ടുണ്ട്. നമുക്ക് ബാഡ്ജ് പിക്കിന് തന്നെ തുടങ്ങാം. കാരണം ഇതിനകത്തൊരു നല്ല പ്ലെയറെ കിട്ടുവാണെങ്കിൽ 110നെ കിട്ടുവാണെങ്കിൽ ഡബ്ല്യു ആണ്. 108 ഈ മാക്സിമം, കുഴപ്പമില്ല. നമുക്ക് ഇനി 4 ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഹയസ്റ്റ് ആരെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തേക്കാം. എനിക്ക് ഹയസ്റ്റ് 110നെയാണ് കിട്ടിയിട്ടുള്ളത്. 111നെ 112നെ അങ്ങനെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. ഓക്കെ, നമുക്ക് നോക്കാം നല്ല ഏതൊരു ഡബ്ല്യു കാർഡ് കിട്ടുമോ ഗീസ്. ഓക്കെ, വീണ്ടും ഗീസ് 108ൻ്റെ കാർഡ് തന്നെയാണ് ആദ്യം കിട്ടിയത്. ഇനിയും 2 ബാക്കിയുണ്ട്. അതിനുശേഷം നമുക്ക് ഷാർട്ട് പിക്ക് ചെയ്യാം. കാരണം വേറെ വർത്തായിട്ടുള്ള വേറെ പിക്കൊന്നുമില്ല. ഓക്കെ, 108ൻ്റെ തന്നെ പ്ലെയറാണ്. ഞാനിപ്പോൾ ഡെയിലി ഷാർട്ട് പിക്ക് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ ഇപ്പോൾ 10 ഷാർട്ട് 20 ഷാർട്ടൊക്കെ വെച്ചാണ് തരുന്നത്. ഈ സെക്കൻഡ് അക്കൗണ്ടിലല്ല, മെയിൻ അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 107നെയാണ് മാക്സിമം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഷാർട്ട് പിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് തേർഡ് അക്കൗണ്ടിലോട്ട് പോവാം. തേർഡ് അക്കൗണ്ടിലും നമുക്ക് 7.5Kയുടെ ജമ്മ് ഓപ്പൺ ചെയ്യണോ ഇല്ലെങ്കിൽ സാധാ പോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം ഗൈസ്. ജമ്മ് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഓക്കെ, 107നെയാണ് ഈസ് ബെറ്റർ. നമ്മളെ തേർഡ് അക്കൗണ്ടിൽ കയറാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. ഇന്നലെ നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിലും ഫസ്റ്റ് അക്കൗണ്ടിലും ഓപ്പൺ ചെയ്തു. ഇന്നാണ് ഈ ടൈം കിട്ടിയത് നമ്മൾ തേർഡ് അക്കൗണ്ടിൽ കയറാൻ. 11.9K ജംസ് ഉണ്ട്. നമുക്ക് നോക്കാം ഗെയ്സ്, നല്ലൊരു ഗുഡ് പ്ലെയറെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. 7.5 ആദ്യം ഓപ്പൺ ചെയ്യണോ വേണ്ട ഗെയ്സ്. നമുക്ക് നമ്മൾ 3K ജമ്മിൽ തന്നെ തുടങ്ങാം. എന്നിട്ട് ഈ 7.5Kയുടെ ബാക്ക് കൂടി ഓപ്പൺ ചെയ്യാം ഗെയ്സ്. കിട്ടില്ല കാർഡ്സൊക്കെയാണ്. ഫെലിനിയുടെ കാർഡൊക്കെ ഉണ്ട്. ഫെലിനിയുടെ കാർഡാന്ന് തോന്നി. നമ്മൾ റഗനോർക്കിൽ ഇവർ കൊണ്ടുവന്ന ഒരു നല്ല കാർഡ് ഉണ്ടായിരുന്നു. ആർക്കെ റെഡിയൊക്കെ എടുത്ത് കണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഗെയ്സ് ഇതിനകത്ത് ലക്കുണ്ടോ ഇല്ലയോ എന്ന്. വോക്കൗട്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, വോക്കൗട്ട് ഉണ്ട് ഗെയ്സ്. ബ്രസീലാണ്, കഫാണ് ഗെയ്സ്. ഗെയ്സ് നമുക്ക് എന്തായാലും കഫുവിനെ കിട്ടിയിട്ടുണ്ട്. 113 റേറ്റഡ് കഫു സീൻ തന്നെയാണ് ഗെയ്സ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 3K ജമ്പ് ബാക്ക് എന്ന് ഗെയ്സ് നമുക്ക് കഫുവിനെ കിട്ടുമെന്ന്. എന്തായാലും നല്ല ലക്ക് തന്നെയാണ് ഗെയ്സ് തുടക്കം തന്നെ. നമുക്കിനിയിപ്പോൾ അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പൺ ചെയ്യണ്ട, നമുക്ക് നമ്മളെ ഡയറക്റ്റ് 7.5Kയുടെ ഓപ്പൺ ചെയ്യാം. എങ്ങാനൊരു വീണ്ടും ഒരു ഗെയ്സ് കഫുവിനെയോ 113ൻ്റെ ഹസാഡിന് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ
ഇതിൽ ബെക്കാമിനെ കിട്ടിയ കേസ് ഡബ്ല്യു ആണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് നേരെ കിട്ടുമെന്ന്. ഒറ്റ മൈൻഡിലങ്ങ് ഓപ്പൺ ചെയ്യാം കേസ്. എന്തായാലും അത് ഡബ്ല്യു ബാക്ക് തന്നെയാണ് കേസ്. കാരണം 3K ജമ്മിന് കപ്പ് തന്നെയാണ് കേസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ നോക്കാം. ഓക്കോട്ട് ഗ്യാരണ്ടിയാണ്. സ്വീഡനാണ്. സ്വീഡൻ സ്ട്രൈക്കർ ഐക്കോൺ കേസ്. ഇതാരാണ്? ലാർസൻ്റെ ആണ്. ഞാൻ ഞെട്ടിപ്പോയി കേസ്. നമുക്ക് ബാക്ക് ടു ബാക്കായിട്ട് കിട്ടില്ല ഐക്കോൺസിന് കിട്ടിയെന്ന്. സോ കേസ് നമുക്കിനി എന്തായാലും നമ്മൾ ബാഡ്ജ് പിക്കും അതുപോലെ തന്നെ ഷാർട്ട് പിക്കും ചെയ്യാം. ഇതിനകത്തും അത്യാവശ്യം ടോക്കൺ ഉണ്ട്. ഓക്കെ 109 ഡിപ്പോളാണ് ഏറ്റവും നല്ലത് ഇതിനകത്ത്. ബാക്കിയുള്ള ഇനിയിപ്പം ഷാർട്ട് പിക്ക് ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഷാർട്ട് പിക്ക് ചെയ്തിട്ട് ബാക്കി ഉള്ള 4 പിക്ക് ചെയ്യാം. ഓ 30 ഷാർഡാണ്. ഇപ്പോൾ ഷാർഡിന് വലിയ കാര്യമൊന്നുമില്ല ഈ അക്കൗണ്ടിൽ, വല്ലപ്പോഴും കയറും. ഓക്കെ നമുക്കതിൽ 107 ഗ്രിമാൾഡോനെ എടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു നല്ല ലെഫ്റ്റ് ബാക്ക് ഇല്ല, റൈറ്റ് ബാക്കൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് റീസ് ജെയിംസിൻ്റെ കാർഡ് കിട്ടിയാണ്. ഓക്കെ 106 ഗൈസ് മാക്സിമം, കുഴപ്പമില്ല. ഏത് ഗൈസ് ഇവൻറ്റ് എനിക്ക് ഓർമ്മയില്ല. ഏതൊരു ഇവൻറ്റ് ഗൈസ് നമുക്ക് റീസ് ജെയിംസിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 110. ഇനിയിപ്പോൾ അത് മാറ്റാം. നമുക്ക് കഫൂനെ ഇടാം, അതുപോലെ തന്നെ ലാർസനെയും ഇടാം ഗൈസ് നമുക്ക് സ്പോട്ടിലോട്ട്. ഗൈസ് 110 അൽമാണ്ടയുടെ കാർഡ് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അത് ഡബ്ല്യു ആണ് ഗൈസ്. കാരണം 110 കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എക്സ്ചേഞ്ചിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾക്ക് എന്താ പറയുക അക്കൗണ്ടിലോട്ട് വരുമ്പം ടോക്കൺ സെറ്റ് ചെയ്തിട്ട് വീണ്ടും തുറക്കാം. ഇത് വെറുതെ തന്നെയാണ് ഗൈസ് ബാഡ്ജ് പിക്ക്. ഇതുവരെ ട്രൈ ചെയ്യാത്തതിൽ അങ്ങനെ ആരും ഉണ്ടാവില്ല. ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ തന്നെയാണ്. ഓക്കെ നിങ്ങളെ ഷാർട്സിൻ്റെ അക്കൗണ്ടും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ള ഷാർട്സ് 1200 നിങ്ങളുടെ ഷാർട്സ് കൗണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ 107 NDD ആണ്.